ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഏറ്റവും അധികം ലംഘിക്കപ്പെടുന്ന ഒരു അവകാശമാണ് സ്വകാര്യത അല്ലെങ്കിൽ പ്രൈവസി. മറ്റൊരാളുടെ ഫോൺ, മറ്റൊരാളുടെ സംസാരങ്ങൾ, ലൈഫിലെ നിമിഷങ്ങൾ, ദുഃഖങ്ങൾ, അങ്ങനെയെല്ലാം അറിയാൻ വേണ്ടി നമ്മൾ അതിയായി എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നു. എന്നാൽ ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ സ്വകാര്യത ആദരിക്കുക എന്നതാണ്. ഇസ്ലാമിൽ സ്വകാര്യത എന്നത് വെറും ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങൾ മാത്രമല്ല, ഒരാളുടെ പേഴ്സണൽ മാറ്റേഴ്സ്, ഫാമിലി മാറ്റേഴ്സ്, അവരുടെ വീക്ക്നെസ്, അവരുടെ വറീസ്, ഫോൺ, മെസ്സേജസ്, തോട്ട്സ്, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അവകാശമാണ് സ്വകാര്യത അല്ലെങ്കിൽ പ്രൈവസി. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, നിങ്ങൾ പരസ്പരം ചാരപ്രവർത്തനം നടത്തരുത് എന്ന്. ചാരപ്രവർത്തനം എന്നത് വലിയ പാപമാകുന്നു. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അന്വേഷിക്കുക, ഒളിഞ്ഞു നോക്കുക, കേൾക്കുക, ഇതെല്ലാം വലിയ പാപത്തിൽ ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മുസ്ലിം സഹോദരന്റെ ദോഷങ്ങൾ ആരൊരാൾ അന്വേഷിക്കുന്നുവോ അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തുമെന്ന്. ഇന്ന് വാട്സപ്പ് ചെക്ക് ചെയ്യാൻ, സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് എടുക്കാൻ, കോൾ റെക്കോർഡ് ചെയ്യാൻ, മറ്റുള്ള റൂമേഴ്സ് അന്വേഷിക്കാൻ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആണ്. ഇന്നിതെല്ലാം ഒരു കോമൺ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഒഴികെയുള്ള വീടുകളിൽ അനുവാദം ചോദിക്കാതെ പ്രവേശിക്കരുത് എന്ന്. നമ്മൾ ഏതൊരു വീടുകളിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നമ്മുടെ മുന്നിൽ ഡോർ തുറന്നു വെച്ചാലും ഉള്ളിൽ കയറാൻ ആ വീട്ടുകാരുടെ അനുവാദം വേണം. നമ്മളല്ലേ അല്ലെങ്കിൽ ഞാനല്ലേ എന്നൊരു ബന്ധം അവിടെ സ്വകാര്യത ഇല്ലാതാക്കുന്നില്ല. ഇന്ന് ആളുകൾ പറയുന്ന ഒരു വാക്ക് എല്ലാം പബ്ലിക് ആണല്ലോ അല്ലെങ്കിൽ എല്ലാം പരസ്യമാണല്ലോ എന്നാണ്. പക്ഷേ ഇസ്ലാം ചോദിക്കുന്നത്, നിനക്ക് ആ ഒരു കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശമുണ്ടോ, അല്ലെങ്കിൽ അത് കാണുന്നത് നിന്റെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നുണ്ടോ എന്നാണ്. സ്റ്റാറ്റസ് ഫോർവേഡ് ചെയ്യുന്നത്, സ്ക്രീൻഷോട്ട് അയക്കുന്നത്, കമൻറ്റ് വഴി മറ്റുള്ളവരുടെ ലൈഫിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത് എല്ലാം ഈ ഒരു മര്യാദ ലംഘനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഒരു മുസ്ലിമിൻ്റെ പാപം മറച്ചാൽ അള്ളാഹു അവൻ്റെ പാപം ഖിയാമത്ത് ദിനത്തിൽ മറക്കുമെന്ന്. ഇതിലൂടെ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നത് എക്സ്പോസ് ചെയ്യാനല്ല, മറിച്ച് ദുആ ചെയ്യാനാണ്. നമ്മൾ ചെയ്യേണ്ടത് ഗോസിപ്പ് അല്ല, മറ്റുള്ളവരോട് കരുണ കാണിക്കുകയാണ് വേണ്ടത്. ഇസ്ലാം കുട്ടികളെ പോലും സ്വകാര്യത പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ കുട്ടികൾ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കണമെന്ന്. ഇത് കാണിക്കുന്നത് പ്രൈവസി എന്നത് ഒരു ഇസ്ലാമിക് വാല്യൂ ആണ്. അതൊരിക്കലും കൺട്രോളല്ല, ഒരു റെസ്പെക്റ്റിംഗ് പാരൻറ്റിംഗ് ആണ്. നമ്മൾ സ്വയം പരിശോധിച്ചു നോക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ ഇത്ര ആകാംക്ഷ എന്തിനാണ് എന്ന്. ഇത് എൻ്റെ ഈമാനെ ഉയർത്തുന്നുണ്ടോ എന്ന്. അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിരന്തരം നിങ്ങൾ ആത്മപരിശോധന ചെയ്യുക. ഫ്രണ്ട്സ്, സ്വകാര്യത, പ്രൈവസി എന്നത് ആദരിക്കുക. ഇതൊരു ചെറിയ അദബല്ല, ഇത് ഈമാനിൻ്റെ ഭാഗമാണ്. നമ്മൾ ജഡ്ജ് ചെയ്യാനല്ല, മറച്ചു വെക്കാനാണ് പഠിപ്പിക്കപ്പെട്ടത്. നമ്മൾ എക്സ്പോസ് ചെയ്യാനല്ല, സഹായിക്കാനാണ് പഠിപ്പിക്കപ്പെട്ടത്. മറ്റുള്ളവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നവർക്ക് അള്ളാഹു സംരക്ഷണം നൽകും. നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, യാ അള്ളാഹ്, ഞങ്ങളുടെ കണ്ണുകളെയും ചെവികളെയും ഹൃദയങ്ങളെയും നീ ശുദ്ധമാക്കണമേ. മറ്റുള്ളവരുടെ ദോഷങ്ങൾ അന്വേഷിക്കുന്നവരിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. ഞങ്ങളെ അതബുള്ള, കരുണയുള്ള, സ്വകാര്യത ആദരിക്കുന്ന അടിമകളാക്കണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.